उरसि मुरारे रूपहितहारे घनैव तरलवलाके उरसि मुरारे रूपहितहारे घनैव तरलवलाके तडिदिवपीदे रतिविपरीदे राजसि सुकृतविपाके धीरसमीरे यमुनातीरे वसति वने वनमाली धीरसमीरे यमुनातीरे वसति वने वनमाली श्रीजयदेवे कृतहरिसेवे श्रीजयदेवे कृतहरिसेवे भणति परमरमणीयं धीरसमीरे यमुनातीरे वसति वने वनमाली धीरसमीरे यमुनातीरे वसति वने वनमाली गोपीपीनपयोधरमर्धन चञ्चलकरयुगशाली गोपीपीनपयोधरमर्धन चञ्चलकरयुगशाली ഉണ്ണി ഇന്നെന്താ വിശേഷം? ഇന്ന് എൻ്റെ ഉപനയനമാണ്. ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞൊരു പൂണൂലിടുന്ന ചടങ്ങിനെ പറയുന്ന പേരാണ് ഉപനയനം. പൂണൂലിടണ ചടങ്ങ്. ഇന്ന് ഉണ്ണിക്ക് പൂണൂലിടാൻ പോവാണ്. ആ ഇന്ന് തൊട്ട് ഉണ്ണി നമ്പൂതിരിയാവാൻ പോവാണ് അല്ലേ? എന്നിട്ടോ പൂണൂലിട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ ആരായും? നമ്പൂതിരിയോ? അപ്പൊ ഉടനെ പോയിട്ട് നമ്മള് ശ്രീലകത്ത് കയറാൻ പറ്റുമോ? പിന്നെ എപ്പോഴാ പറ്റുക? സമാവർത്തനം കഴിഞ്ഞിട്ട്. സമാവർത്തനം കഴിഞ്ഞാലാണ് ഉണ്ണി കീശാന്തി ഉണ്ണിയാവുക. സമാവർത്തനം എപ്പോഴാണ് ഉണ്ണിയുടെ? ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. ഒരു കൊല്ലം നമ്മള് ഉപനിച്ചിരിക്കുകയാണ് അല്ലേ? ഇന്നാണ് ഉപനയനം. അപ്പൊ എല്ലാരോടും ഉണ്ണി എന്താ പറയാ? എൻ്റെ ഉപനയനത്തിന് വരണം. എല്ലാരോടും പറയുമ്പോ പറയാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും വേണം പറയൂ. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. ഉണ്ണിയുടെ പേര് പറഞ്ഞു കൊടുക്കൂ. നാരായണൻ കൃഷ്ണദേവ്. നാരായണൻ കൃഷ്ണദേവ്. ഉണ്ണിയുടെ ശരിക്ക് എന്താ ഉണ്ണിയുടെ സ്കൂളിലെ പേര്? കൃഷ്ണദേവ്. ഉണ്ണിയുടെ ശരിക്കും പേരെന്താ? നാരായണൻ. നാരായണൻ. ഇതിൽ ഏത് വിളിക്കണതാ ഉണ്ണിക്ക് ഇഷ്ടം? നാരായണൻ വിളിക്കുന്നത് ഇഷ്ടം. ചിറ്റ അമ്മയും ഉണ്ണീനെ എന്താ വിളിക്കുക? അപ്പുട്ടൻ. ചിറ്റ അമ്മയും എന്ത് വിളിക്കണതാ ഉണ്ണിക്ക് ഇഷ്ടം? അപ്പുട്ടൻ. അപ്പുട്ടൻ. അമ്മേ, ഉപനയനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് വിസ്തരിച്ച് പറയൂ. ഉപനയനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പൂതിരി ബ്രാഹ്മണര് അവരുടെ ഗൃഹങ്ങളിൽ ജനിച്ചിട്ടുള്ള ആൺകുട്ടികൾക്ക് ഒറ്റ വയസ്സാകുമ്പോൾ 7 വയസ്സ് 9 വയസ്സ് 11 വയസ്സ് ഇങ്ങനെ ഒറ്റസംഖ്യ ആയിട്ടുള്ള വയസ്സാവുന്ന സമയത്ത് അവരെ പൂണൂലിടിക്കുന്ന ചടങ്ങിനെയാണ്. ഇതിലേത് വയസ്സിന് വേണമെങ്കിലും ആവാം. 7 വയസ്സിനാവാം, 9 വയസ്സിനാവാം, അല്ലെങ്കിൽ 11 വയസ്സിനാവാം, അതല്ലെങ്കിൽ 13 വയസ്സിനാവാം. ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവരെ പൂണൂലിടിക്കുന്ന ചടങ്ങിനെയാണ് ഉപനയനം എന്ന് പറയാം. ഇനി ഉപനയനം കഴിഞ്ഞാൽ ആ കുട്ടി ബ്രഹ്മചാരിയായിട്ട് ഇരിക്കുക എന്നാണ് പറയുക. ആ ബ്രഹ്മചാരിയായിട്ട് 1 വർഷം വരെ ഇരിക്കണം. എന്നിട്ട് അടുത്ത ചടങ്ങ് ആ ബ്രഹ്മചാരിയായിട്ട് ഇരിക്കുന്ന ആ 1 വർഷത്തിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ വേറെയും ചെയ്യാനുണ്ട്. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് സമാവർത്തനം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ സമാവർത്തനവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂട്ടൻ ഗുരുവായൂർ അമ്പലത്തിലെ കീശാന്തിയായി മാറും.
അതിനുശേഷം പിന്നെ അവന് കുറേശ്ശെ ചെറിയ ചെറിയ പണികളൊക്കെ തുടങ്ങാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചന്ദനം കൊടുക്കാൻ പറ്റും. ഈ ചന്ദനപ്രസാദം കിട്ടില്ലേ, ഗുരുവായൂരമ്പലത്തിൽ ഫ്രീ ആയിട്ട് ചന്ദനപ്രസാദം കൊടുക്കുന്ന ഭാഗത്ത് അവിടെ ചന്ദനം കൊടുക്കാനിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹവിസ് പിടിക്കുക എന്ന് പറയില്ലേ, ശിവേലിക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, മേൽശാന്തിയുടെ കൂടെ ഒരു ചെറിയ ഉണ്ണി, ഓരോ ഏട്ടന്മാരിങ്ങനെ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ നിവേദ്യം പിടിച്ചിട്ട് പിന്നാലെ നടക്കുന്നത്, അതിനെയാണ് ഹവിസ് പിടിക്കുക എന്ന് പറയുക. അതുപോലെ ഹവിസ് പിടിക്കാൻ പറ്റും, ആനപ്പുറത്ത് കയറാൻ പറ്റും. അതൊക്കെ ചെയ്യണമെങ്കിൽ 1 വർഷം കൂടി കഴിഞ്ഞ് സമാവർത്തനവും കൂടി കഴിയണം. അപ്പോൾ അതിനുള്ള ആദ്യ പടി എന്നുള്ള നിലയിലാണ് ഇന്ന് ഉണ്ണിയുടെ ഉപനയനം. അമ്മേ, പൂണൂലിട്ട് കഴിഞ്ഞാൽ ശ്രീലകത്തേക്ക് കയറാൻ പറ്റുമോ? പൂണൂലിട്ട് അന്ന് അല്ലെങ്കിൽ അപ്പം തന്നെ കയറാൻ പറ്റില്ല. 1 വർഷവും കൂടി കഴിഞ്ഞിട്ട് സമാവർത്തനം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ ചടങ്ങും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ അപ്പൂട്ടന് ഗുരുവായൂരമ്പലത്തിലെ ശ്രീലകത്ത് കയറാൻ പറ്റുക. ഗുരുവായൂരപ്പനെ നേരെ അടുത്ത് കാണാൻ പറ്റും. നമ്മുടെ ഉണ്ണി കീഴ്ശാന്തി ഉണ്ണിയാവും. സമാവർത്തനം എന്ന് വെച്ചാൽ എന്താ? സമാവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഉപനയനം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നടത്തേണ്ട ഉപനയനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചടങ്ങിനെയാണ് സമാവർത്തനം എന്ന് പറയാം. അമ്മേ, ആ കീഴ്ശാന്തി ആയി കഴിഞ്ഞ ഏട്ടൻ എന്തൊക്കെ ചെയ്യും? കീഴ്ശാന്തിയായ ഏട്ടൻ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ജോലികളും ചെയ്യും. ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം ഉണ്ടാക്കാൻ പറ്റും, അപ്പം ഉണ്ടാക്കാൻ പറ്റും, വെണ്ണ അല്ലെങ്കിൽ ഭഗവാന് പഴപഞ്ചസാര അതൊക്കെ നേരെയാക്കി വെക്കാൻ പറ്റും. നേദിക്കാനല്ല, അതൊക്കെ റെഡിയാക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏട്ടന് ചെയ്യാൻ പറ്റും. അതുപോലെ ചന്ദനം കൊടുക്കാം, ആനപ്പുറത്ത് കയറാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ എല്ലാ പരിചാരക വൃത്തിയും ചെയ്യുന്ന ആളായി കീഴ്ശാന്തി ഉണ്ണിയായി മാറും. അപ്പൊ ഏട്ടൻ എല്ലാം ചെയ്യോ? എല്ലാം ചെയ്യണം. ഏട്ടനെ അതൊക്കെ വല്യച്ഛൻ പഠിപ്പിക്കും. വല്യച്ഛൻ അത് പഠിപ്പിക്കുമ്പോ ഏട്ടൻ അത് ചെയ്യും. അമ്മ, അത് ഉപദൈവങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല, ഗുരുവായൂരപ്പന് മാത്രമാണോ അത്? അല്ലല്ല, ഉണ്ണി കീഴ്ശാന്തി ആയി കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനും ഗണപതിക്കും ഭഗവതിക്കും ഒക്കെ ഉണ്ണിക്ക് നേദിക്കാൻ പറ്റും, പൂജ കഴിക്കാൻ പറ്റും, ചന്ദനം ചാർത്താൻ പറ്റും. ഉപദേവതയുടെ പൂജകളും നേദ്യവും ചന്ദനം ചാർത്തലും ഒക്കെ കീഴ്ശാന്തിക്കാരാണ് പതിവ്. അപ്പോൾ ഉണ്ണിയുടെ ഇല്ലത്തിൻ്റെ ഊഴം വന്നാൽ ഒരാളായിട്ട് ഉണ്ണിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോഴേക്കും വല്യച്ഛനെല്ലാം പഠിപ്പിക്കണം ഉണ്ണീനെ. അപ്പം ഞങ്ങളുടെ അപ്പൂട്ടൻ്റെ ഉപനയനത്തിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം കേട്ടോ. Shakara
शन्नो भवतु भुवनस्य यस्पतिः गजानश्चित्रा भूतदूते सदा वेधस्तथा गया शतिष्ठया धृता तस्मा सत्यो वदानां मग्गर्हिष्ठो मत्सरं धातः दृढागीतारुदेवसो अभीषणस्तहीनामभिलाय इन्द्राणां शतं भावास्योतिभिः गया पन्नभूत्याभिक्तं दशेवशन् गया स्तोत्रभ्याभारा इन्द्रो विश्वस्य राजति शन्नो अस्तुद्धिपदे शञ्चनुष्पदे शन्नो मित्रश्चं वरुणश्चन्नो भवत्पर्यमा शन्न इन्द्रो बृहस्पतिश्चन्नो विष्णोरुक्रमः शन्नो वानः शन्नस्तवतु सूर्याः शन्नः कलिक्रदद्देवः पर्जन्यो अभिवर्षतु अहानिशं भावन्तु नः शर्करात्रिप्रतिधीयताम् शन्न इन्द्राग्नि भावतामहो शन्न इन्द्रावरुणानादहव्या शन्न इन्द्राभूषणा वाजासातौषमिन्द्रा सोमाः सुविताय शय्योः शन्नो देवीरभिष्टायावो भवन्तु वीरये शय्योरभिस्रावन्तु नः स्यो न पृथिविनो भवान् वृक्षराणि देशानि यच्छाः नश्यन्वा सप्तधाः आपो हिष्ठामयो भवस्तानाभूर्जेदधातना महेरणाः यचक्षसे यो वः शिवतमोरसस्तस्य भाजयते हनाः उषतीरिव मातराः तस्मा अरङ्गमामवो यस्य क्षयाः यजिन्वाथ आवो जनयाथा जनः यो शान्तिरन्तरिक्षज्ञ शान्तिः पृथिवी शान्तिरापः शान्तिरोषधयः शान्तिः वनस्पतयः शान्तिः शान्तिरेव शान्तिः जले विग्रहमामित्रस्य माचक्षुषा सर्वाणि भूतानि समीक्षन्ता